എല്ലാവർക്കും വീണ്ടും ARS ഗെയിമിലേക്ക് സ്വാഗതമുണ്ട്. അപ്പോൾ നമ്മൾ ഇന്നിവിടെ വന്നിരിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ ചെറിയൊരു ഹൈഡൻ പ്ലേസുമായിട്ടാണ്. സംഭവം എന്ന് വെച്ചാൽ ഒരു കല്യാണത്തിൻ്റെ ഒരു സെറ്റപ്പും പിന്നെ അതുപോലെ തന്നെ ഫുട്ബോൾ ഗ്രൗണ്ടുമാണ്. അപ്പോൾ ഇത് മറ്റുള്ള ഫുട്ബോൾ ഗ്രൗണ്ട് എന്ന് പറഞ്ഞാൽ നമുക്ക് കളിക്കാനും പറ്റില്ല, എന്നാലും ഇതിനു വേണ്ടിയിട്ടാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് സമയം കളയുന്നില്ല, നേരെ വീഡിയോയിലേക്ക് കടക്കാം. അപ്പോൾ ഫ്രണ്ട്സ്, എടുക്കേണ്ട വഴി എന്ന് പറഞ്ഞാൽ നമ്മൾ പുതിയ മാപ്പായി വന്നത് വൂവാങ്കിരി ടു സോളോ എന്നൊരു പുതിയ മാപ്പാണ്. അവിടെയാണ് നമ്മൾ സ്ഥലം ഇരിക്കുന്നത്. അപ്പോൾ നമുക്ക് നേരെ ഇങ്ങോട്ട് പോവാം. ഇത് പോകേണ്ട വഴി എന്ന് വെച്ചാൽ നേരെ തന്നെയാണ് പോകേണ്ടത്. കുറച്ച് അങ്ങോട്ട് എത്തിയാലാണ് നമ്മൾ വഴി മാറുന്നത്. ഇപ്പം മാപ്പ് തന്ന റൂട്ടിൽ തന്നെയാണ് നമ്മൾ പോകേണ്ടത്. അപ്പോൾ ആ സ്ഥലത്ത് ഞാൻ പറയും, അവിടെ നിന്നാണ് നമ്മൾ റൈറ്റ് തിരിയേണ്ടത്. അപ്പോൾ ആ സ്ഥലത്ത് ഞാൻ പറയാം. മൃദുമാരുതഗമനം ശ്രുതി തന്മധുരാങ്കിത ചലനം സ്മൃതിർലമൃതായതുവരണം മൃദുഹാസാനമൃതവദനം. മൃദുമാരുതഗമനം തന്മധുരാങ്കിത ചലനം സ്മൃതിർലമൃതായതുവരണം മൃദുഹാസാനമൃതവദനം. ഹൃതിയിൽ മൃദുമാരുതഗമനം ശ്രുതി തന്മധുരാങ്കിത ചലനം സ്മൃതിർലമൃതായതുവരണം മൃദുഹാസാനമൃതവദനം. മനമിൽ മധുവിൻ ദ്രുതചലനം അരുളും നിൻ കോമളവദനം. മനമിൽ മധുവിൻ ദ്രുതചലനം അരുളും നിൻ കോമളവദനം. കരളിൽ പകരാനരുതരണം തവ പ്രേമസുധാമയ സദനം. തുടരൂ മമ ജീവനിലധികം തുടരൂ മമ ജീവനിലധികം മാധുരമോഹന നടനം അണിയൂ മമ ചുംബന മധുരം അണിയൂ അനുരാഗിത വിളകം. ശ്രുതിയിൽ മൃദുമാരുതഗമനം ശ്രുതി തന്മധുരാങ്കിത ചലനം ശ്രുതിയിൽ അമൃത. റൂട്ട് എന്ന് പറയുന്നത് മാപ്പ് തന്നത് ലെഫ്റ്റാണ്. അപ്പോൾ നമ്മൾ വേണ്ട റൈറ്റോട്ടാണ്. റൈറ്റോട്ട് പോയിട്ട് കുറച്ചും കൂടി പോകാനുണ്ട്. അപ്പോൾ ആ സ്ഥലത്ത് ഞാൻ പറയാം. ശരി, ഈ ലിവറി കൊണ്ട് ആലോചിക്കുന്നുണ്ടാവും ARS ഗെയിമിംഗ് ലിവറി. അപ്പോൾ അത് ഡിസൈൻ ചെയ്തത് നമ്മുടെ ഋതു മച്ചാനാണ്. ഋതു മച്ചാൻ, താങ്ക് യു. അപ്പോൾ ഇതിൽ പ്രവർത്തിക്കുന്ന നമുക്ക് 7ഓളം ആൾക്കാരാണ് ഈ ചാനലിന് വേണ്ടി പ്രവർത്തിക്കുന്നത്. അവർക്കൊക്കെ ലിവറി തയ്യാറാക്കി കൊടുത്തത് നമ്മളെ ഋതു മച്ചാനാണ്. അപ്പോൾ ഋതു മച്ചാൻ ഒരു സ്പെഷ്യൽ താങ്ക് യു. അതുപോലെ നമ്മൾ ഈ ടീംസിന് നമ്മൾ ശനിയും ഞായറും മൾട്ടിപ്ലെയർ കളിക്കുന്നുണ്ട്. അപ്പോൾ അതിനുവേണ്ടി യൂസ് ചെയ്യാനൊക്കെയാണ് ഈ ലിവറി നമുക്ക് ആക്കി തന്നത്. ഞാൻ പറഞ്ഞായിരുന്നു 7 പേർക്കാണ് മറ്റേ ലിവറി ആക്കി തന്നത്. ആ വീഡിയോ ഞാൻ ചെയ്യുന്നുണ്ട്. 7 ലിവറി വെച്ചിട്ട് ഫോട്ടോസ് വെച്ചിട്ട് ഞാൻ പറഞ്ഞിരുന്നുണ്ട്. കുറച്ചും കൂടി കഴിയട്ടെ, ഞാൻ പറഞ്ഞുതരാം. എല്ലാവരെയും കൂടി ലിവറി പറഞ്ഞുതരാം. അപ്പോൾ ഫ്രണ്ട്സ്, നമ്മളെ സ്ഥലം ഇവിടെ എത്താനായിട്ടുണ്ട്. ഈ മതിലിന് ഇപ്പോൾ ഇതിൻ്റെ അകത്ത് ഇറങ്ങണ്ടെങ്കിൽ ചെറിയൊരു ട്രിക്കും കൂടി എടുക്കണം. അതിപ്പോൾ ഈ മതിലിന് അടുപ്പിച്ചിട്ട് വേണം നമ്മൾ ബസ് നിർത്താനായിട്ട്. എന്നിട്ട് നമ്മൾ ബസ്സിൽ നിന്ന് ഇറങ്ങുമ്പോൾ അത് അപ്പുറത്തെ വശത്തായിട്ട് ചെയ്യുന്നതാണ്. അപ്പോൾ ഞാൻ കുറേ നോക്കിയത് ഇവിടെ വേറെ എക്സ്ട്രാ വഴിയൊന്നുമില്ല ഇതിൻ്റെ ഉള്ളിൽ കിടക്കാൻ. അപ്പം ഞാൻ ഇങ്ങനെ ട്രൈ ചെയ്തൊക്കെയപ്പോഴാണ് ഈ സംഭവം നടന്നത്. ഇപ്പോൾ ഡ്രൈവർ ഇതിൻ്റെ ഉള്ളിൽ കയറി. നിങ്ങൾക്ക് അവിടെ കാണാൻ പറ്റും കല്യാണത്തിൻ്റെ ഒരു സെറ്റപ്പും അതുപോലെ തന്നെ ഫുട്ബോൾ ഗ്രൗണ്ട്. ഞാൻ പറഞ്ഞായിരുന്നു ഫുട്ബോൾ നമുക്ക് കളിക്കാൻ പറ്റില്ല അവിടെ. അത് ഞാൻ ആൾറെഡി പറഞ്ഞായിരുന്നു. ഇത് കിഡു സബ്ബെല്ലാം വെച്ചിട്ട് കിഡു തന്നെ. നമ്മളെ ചെക്കരും പണി ഇതിൻ്റെ ഉള്ളിലുണ്ട്.
പെണ്ണും ടെൻഷൻ അടിച്ചു ചങ്കു പറിച്ചു ചേർന്നൊരു കല്യാണം. ചങ്കു കൊടുക്കും ചൻസുകളെല്ലാം മാർപ്പ് വിളി. അപ്പോൾ നമ്മളെ ഡ്രൈവർ ഇതൊക്കെ ഡാൻസ് എല്ലാം കളിച്ചിട്ട് ഇതാ ഗ്രൗണ്ടിലേക്ക് വന്നിരിക്കുകയാണ്. അപ്പോൾ ഞാൻ പറഞ്ഞായിരുന്നു ഇവിടെ ഫുട്ബോൾ കളിക്കാനൊന്നുമില്ല. അപ്പോൾ ഞാൻ ശ്രദ്ധിച്ചത് അങ്ങോട്ടൊരു വഴിയുണ്ട്. അപ്പോൾ അങ്ങോട്ട് എവിടെ പോയാലും ഞാൻ നോക്കാൻ പോയി. പക്ഷേ അവിടത്തേക്ക് ഇതാ റോഡ് ക്ലോസ് ആയി. അതാ ഞാൻ പറഞ്ഞു അങ്ങോട്ടൊരു വഴിയുണ്ട്. ഞാൻ വിചാരിച്ചത് ബാക്കോട്ട് കയറാനുള്ള വഴിയുണ്ട്. നോക്കുമ്പോൾ ഇത് ഇവിടെ ക്ലോസ് ആയിട്ടുണ്ട്. ഇതിനുള്ള ബസ് ഇറക്കാൻ കഴിഞ്ഞാൽ കിട്ടുമായിരുന്നു അല്ലേ. ഒരു എൻട്രി വീഡിയോയിൽ എടുക്കാൻ പറ്റിയെങ്കിൽ നല്ല ഇതായിരിക്കും. ഡ്രൈവർ വീണ്ടും ഗ്രൗണ്ടിലേക്ക് വന്നിരിക്കുന്നു. അതിനൊക്കെ ചെറിയൊരു ഫോട്ടോ എടുക്കാമെന്ന് ഞാൻ വിചാരിച്ചു. നമ്മളെ ഡ്രൈവർ മച്ചാൻ ഫോട്ടോ ഒക്കെ എടുത്ത് നേരെ പോകാൻ റെഡി ആയിട്ടുണ്ട്. നമ്മളിപ്പോൾ നേരെ പോകാനാണ്. ഇത് നേരോട്ട് പോയ ഒരു ചുരം കാണാൻ പറ്റീന് എനിക്ക്. അപ്പോൾ അങ്ങോട്ടും കൂടി ഒന്ന് ഞാൻ പോകാമെന്ന് വിചാരിച്ചു. ഞാൻ ചുരത്തിൻ്റെ അടുക്കാണ് പോകുന്നത്. അങ്ങോട്ടുണ്ടോ ഒരു ചുരം. അപ്പോൾ ഇത് അതേ റൂട്ട് തന്നെ, പക്ഷെ നേരെ പോയാൽ അതിൻ്റെ ചുരത്തിൽ എത്താൻ പറ്റും. ചുരം എന്ന് തന്നെ പറയാം. ഇതാ കണ്ടോ ഫ്രണ്ട്സ്, ഞാനിത് ഫുള്ളൊന്നും പോയിട്ടില്ല. ഞാൻ പകുതി വരെ, കുറച്ചും കൂടി അങ്ങോട്ട് വരെ പോയിട്ടുള്ളൂ. ബാക്കി പോയാൽ എവിടെ എത്തുമെന്ന് നിങ്ങളൊന്ന് കമൻറ്റ് ചെയ്യുക. നിങ്ങളൊന്ന് പോയി നോക്കി ഒന്ന് കമൻറ്റ് ചെയ്യുക. ഫ്രണ്ട്സ്, നല്ല കിഡു റോഡ് എന്ന് വേണമെങ്കിൽ പറയാം. പൊളി പൊളി. ഇല്ല ഫ്രണ്ട്സ്, പൊളി സ്ഥലമാണ്. പാലൊക്കെ ഉണ്ട് ഫ്രണ്ട്സ്. നല്ല കിഡു സാധനം. ഞാൻ പറഞ്ഞു ഫ്രണ്ട്സ്, ഞാനിത് ഫുള്ളൊന്നും പോയിട്ടില്ല. ഞാൻ ഇവിടുന്ന് കുറച്ചും കൂടി അങ്ങോട്ടേക്ക് ഞാൻ വളക്കാനാണ് ഉദ്ദേശിക്കുന്നത്. അപ്പം നിങ്ങളൊന്ന് കമൻറ്റ് ചെയ്യുക എവിടം വരെ എത്തി എന്നൊക്കെ. ഇതിൻ്റെ ഞാനൊരു ഫോട്ടോ എടുക്കാമെന്ന് വിചാരിച്ചു. ഫോട്ടോ എടുത്തില്ല, ഒരു ലുക്ക് കിട്ടിയില്ല. അതുകൊണ്ട് ഞാൻ ഒന്നും കൂടി നിർത്തി ഒരു ഫോട്ടോ എടുക്കാമെന്ന് വിചാരിച്ചു. വണ്ടി നിർത്തട്ടെ ഇത്. ഓക്കെ. പിന്നെ ഒരു ഫോട്ടോ എടുക്കാമെന്ന് വിചാരിച്ചു. ഏതാ ലുക്കല്ല ഫ്രണ്ട്സ്. കുറച്ച് എഫക്ട്സ് കൂട്ടിക്കൊടുക്കട്ടെ. പൊളി ആണ് പറയാൻ മനസ്സിലായി. ഞാൻ വിചാരിച്ചു ഇതായ തംബ്നെയിലിന് കൊടുക്കാമെന്ന് വെച്ചിട്ടാണ് ഇത് എടുത്തത് തന്നെ. അപ്പോൾ ഫ്രണ്ട്സ്, ഞാനിത് ഇവിടുന്ന് വളക്കുകയാണ്. അപ്പോൾ വളക്കുന്നില്ല, ബാക്കി അങ്ങോട്ട് പോകുന്നില്ല. കുറച്ചും കൂടി കിട്ടുന്ന വളക്കാമെന്ന് വെച്ചു. അപ്പോൾ നിങ്ങളൊന്ന് കമൻറ്റ് ചെയ്യുക, അങ്ങോട്ട് വരെ എവിടെ എത്തും ഒക്കെ ഒന്ന് കമൻറ്റ് ചെയ്യുക. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. അടുത്ത വീഡിയോ ഇരുന്നേക്കും. ബായ്. എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യണം കേട്ടോ.